എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 2 ദിവസം മുൻപ് 2 അഗ്ലോണിമ പ്ലാന്റ്സ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് പോട്ട് ചെയ്യുന്ന വിധം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോട്ടിംഗ് മിക്സിൽ എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതെന്ന് അറിയാത്തവർക്ക് അത് ഉപകാരമാകുമല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ നമുക്ക് അത് പോട്ട് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ, ഞാൻ എടുക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഞാൻ പോട്ടി മിക്സിൽ ആഡ് ചെയ്യാറുള്ളത്. ഇത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ്, കുറച്ച് എല്ലുപൊടിയാണ്. 2 പ്ലാന്റ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് എടുത്താൽ മതി, 1 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഇത് മുട്ടത്തോട് കഴുകി ഉണക്കി വെച്ചായിരുന്നത് പൊടിച്ചെടുത്തതാണ്. ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മുട്ടത്തോടല്ലേ. സാഫാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ മണ്ണാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ റോട്ടിൽ കൂടെ ഒഴുകി വരുന്ന ഒഴുക്കുമണലില്ലേ, അതാണ് കേട്ടോ. ഈ പോട്ടിൽ ആ ഒഴുക്കുമണലാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പോട്ടിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള തെർമോക്കോളിൻ്റെ പീസസ് ഇതിനടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്ന് മാറ്റട്ടെ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ഗാർഡൻ സോയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. ബാക്കിയുള്ളത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത്. എക്സ്ട്രാ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ലവണ്ണം ആഡ് ചെയ്തിട്ട് നമ്മളിത് പോട്ട് ചെയ്യും. അതിനുശേഷം സാഫ് കലക്കിയ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനുശേഷം പ്ലാന്റ് ഓക്കെ ആയി ഒരു 6 മാസത്തിനൊക്കെ ശേഷം നമ്മളിനി എക്സ്ട്രാ വളങ്ങൾ ആഡ് ചെയ്താൽ മതി. പിന്നെ അഗ്ലോണിമയ്ക്ക് നനവൊക്കെ നോക്കിയിട്ട് നനവില്ലാന്ന് കണ്ടാൽ മാത്രം നനച്ചാലും മതി. ഓക്കെ, ഇനി നമ്മൾക്കിത് പോട്ടിലേക്ക് മാറ്റാം. ഓക്കെ, ആദ്യം തന്നെ പോട്ടിൻ്റെ ഹോളുകളൊക്കെ അടയ്ക്കുക, അല്ലെങ്കിൽ അതിൽ മണ്ണടിഞ്ഞിട്ട് നമ്മൾ വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, വെള്ളം കെട്ടി നിൽക്കാനും പ്ലാന്റ് നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതിന് ഓട് കഷ്ണമോ ഇതുപോലുള്ള തെർമോക്കോളിൻ്റെ പീസസോ നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ പോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് ഫില്ല് ചെയ്യുക. നമ്മൾ കരിയിലപ്പൊടി ഉണങ്ങിയ കരിയിലപ്പൊടി കേട്ടോ, ഉണങ്ങിയ കരിയില പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് ഈ പോട്ടിനടിയിൽ ഒരു ലെയർ മണ്ണ് നിറച്ചിട്ട് അതിന് മുകളിലേക്ക് ആവശ്യത്തിന് കരിയിലപ്പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കരിയിലപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പോട്ടിലേക്ക് കരിയിലപ്പൊടി കൂടി ആഡ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പ്ലാന്റ് വെച്ചു. ഈ പ്ലാന്റിൻ്റെ ID പോത്തോങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടി മെച്ചുവേർഡായി കഴിയുമ്പോൾ കളറുകളൊക്കെ നല്ലവണ്ണം ആയി വരും. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് നമുക്കിതിലേക്ക് പോട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് പിന്നീട് എന്താ പറയുക, വളങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പോട്ടി മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ ഒരു പ്ലാന്റ് കൂടി വാങ്ങിയായിരുന്നു ഞാൻ. അത് ഗ്രീൻ ബൗളാണ്. ഗ്രീൻ ബൗളിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലാന്റ് പോട്ട് ചെയ്യാൻ എടുത്തേക്കുന്ന പോട്ടും ചെറുതാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള പോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടറും ഒക്കെ കുറവായിരിക്കുള്ളൂ.
അപ്പോൾ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകില്ല. ചെറിയ പ്ലാന്റ് എടുത്ത് വലിയ പോട്ടിലേക്ക് വെച്ച് ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അഗ്ലോണിമയാണ്, വെള്ളം കുറവ് മതി, അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലാന്റ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾക്ക് സാഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സും നടാറുള്ളത്. എക്സ്ട്രാ വളങ്ങളോ അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല. പ്ലാന്റിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾക്ക് ഒരു പ്ലാന്റ് കണ്ടാൽ അറിയാലോ അത് വളം ചെയ്യാൻ ആയതാണോ അല്ലയോ എന്ന്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ അതിലേക്ക് വളം ആഡ് ചെയ്ത് കൊടുക്കാറ്. ഓക്കെ, പിന്നെ മുട്ടത്തോട് പോലുള്ള അപ്പം ഇച്ചിരി അല്പം കൂടിയാലും കുഴപ്പമില്ല. ബാക്കി കെമിക്കൽ വളങ്ങളൊക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിതിൻ്റെ പ്ലാന്റിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഞാനിവിടെ സാഫ് കലക്കിയ വെള്ളമാണ് കേട്ടോ. അതതിൻ്റെ ലീഫിലേക്കും പ്ലാന്റിൻ്റെ അടിയിലേക്കൊക്കെ ആവശ്യത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരുപാട് വെയിലത്തേക്ക് വയ്ക്കാതെ ഒരു തണലുള്ള സ്ഥലത്തേക്ക് പ്ലാന്റ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അഗ്ലോണിമ പ്ലാന്റ് ചെയ്യുന്നതിനുള്ള പോട്ടിംഗ് മിക്സ്. ഓക്കെ, ഒപ്പം തന്നെ ഞാൻ ഒരു മാസം മുൻപ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗത്ത് കണ്ടോ പുതിയ 2 ഷൂട്ട്സ് വന്നിട്ടുണ്ട്. അതിൽ ഒരു കുഞ്ഞി ലീഫായിട്ടുണ്ട്. ആ കുഞ്ഞി ലീഫിൽ തന്നെ നല്ല വെരിഗേഷനും ഉണ്ട്, വൈറ്റ് വെരിഗേഷനും ഉണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ടോപ്പ് പോർഷൻ. നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ ചകിരിച്ചോറ് ഫില്ല് ചെയ്ത് സ്റ്റെമ്മിൽ വെച്ചതിന് ശേഷം വേര് വന്നതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ലീവ്സൊക്കെ നോക്കി കൂടുതലും വൈറ്റ് കളറാണ്. വെരിഗേഷൻസ് കുറവായിരുന്നു. വെരിഗേഷൻസ് ഇങ്ങനെ ഡോട്ട് പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ലീഫിൽ മാത്രം ഇങ്ങനെ ഒരു പിങ്ക് കളറും കൂടി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ലീവ്സും കൂടുതലും വൈറ്റ് ആയിരുന്നു. ഒരു നേരിയ രീതിയിലെ വെരിഗേഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലീഫ് വിരിയാനുണ്ടായിരുന്നു. ആ ലീഫാണിത്. അതിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം കട്ട് ചെയ്ത് അതിന് ശേഷം പുതിയതായിട്ട് വന്ന ലീഫാണിത്. കണ്ടോ, അപ്പോൾ ഇതിൽ നോക്കി ആ വൈറ്റ് കളർ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് പ്ലാന്റ്സിന് വെരിഗേഷൻസ് കൂടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് 2 പ്ലാന്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ പ്ലാന്റ് സേഫായി. അപ്പോൾ നിങ്ങളെ അതൊന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പോട്ടിംഗ് മിക്സിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്തുമതത്തിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകളോടെ നേർന്നുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു.